ഇതൊരു കിഡിലൻ സംഭവം തന്നെ കേട്ടോ. ഈജിപ്തിൽ വന്നാൽ ഉറപ്പായിട്ടും ഈ സ്ഥലം കാണണം. ആക്ച്വലി ഇതൊരു മോർച്ചറിയാണ്. നമസ്തേ ഇന്ത്യ. ഹലോ. Welcome to second country. Yes. India mahbooba, mahbooba magluba. നമ്മളെ എവിടെ കണ്ടാലും അപ്പം തന്നെ പാട്ട് പാടും. ഇന്ത്യ ഇന്ത്യ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യക്കാർ വലിയ കാര്യമുണ്ട് ഇവർക്ക്. എന്താണെന്ന് അറിഞ്ഞൂടാ. ബ്രദേഴ്സാണ്, നമ്മൾ ബ്രദേഴ്സ് എന്നൊക്കെ പറയും ഇവർ. പിന്നെ ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ ഇങ്ങനെയൊക്കെ പറയും. നമസ്തേ പറയും. രസമുണ്ട്. ഇന്ത്യക്കാരോട് നല്ല രീതിയിലാണ് ഇത് പെരുമാറുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇന്ത്യക്കാരോട് ഇവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല ഇന്ത്യക്കാരെ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് 240 കേട്ടോ. സ്റ്റുഡൻ്റ് ആണെങ്കിൽ 50% ഡിസ്കൗണ്ട് ഉണ്ടാവും. 240 ഈജിപ്ഷ്യൻ പൗണ്ട്. കാർഡ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, നമ്മളത് സ്കാൻ ചെയ്യുന്നു. വരൂ. ഇവിടെ ഗ്രീൻ കത്തണ വരെ വെയിറ്റ് ചെയ്യണം. ഇതല്ലേ? യെസ്, ഗ്രീൻ കടക്കുന്നു. യെസ്. അങ്ങനെ നമ്മൾ അടുത്തൊരു ചരിത്ര സ്മാരകത്തിൻ്റെ അങ്ങോട്ട് എത്തിയേക്കാണ്. എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്യും. അതുപോലെ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടിയാണ് നമ്മൾ വരുന്നത്, ചെക്ക് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇവിടെ ഇരുന്ന സെക്യൂരിറ്റിക്കാരൻ ഹിന്ദിയിൽ പറയുന്നത് ജൽദി ജൽദി എന്നൊക്കെ. ഹിന്ദി, ഞാൻ ഇന്ത്യക്കാരനെന്ന് മനസ്സിലായപ്പോൾ. ഹിന്ദി നമുക്കറിയില്ല, നമ്മൾ സൗത്ത് നിന്നാണ് വന്നതെന്നൊക്കെ ഇവർക്ക് ഒന്നും അറിയില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരാണെന്നാണ് എല്ലാവരുടെയും ധാരണ കേട്ടോ, പുറത്തുള്ളവരുടെ. ഇവിടെ വേറൊരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അത് നമ്മൾ 10 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കാണുന്ന വണ്ടിയിൽ കയറി പോവാം. ആക്ച്വലി അവിടെ വരെ വേണമെങ്കിൽ നടക്കാമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു വെയിലാണ്ട് വേണമെങ്കിൽ നടക്കണ്ട. എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്റർ കാണുമായിരിക്കും അങ്ങോട്ട്. നല്ല ദൂരം ഉണ്ട് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ബാറ്ററി വണ്ടിയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ എത്തുന്നത് ഒരു മോർച്ചറിയിലോട്ടാണ്. അതായത് പുരാതന ഈജിപ്തിലെ ഒരു മോർച്ചറി. ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതൊരു ഫറവോൻ്റെ മോർച്ചറിയാണ്. ഇതിൻ്റെ എൻട്രൻസിലെ ഒരു മരത്തിൻ്റെ വേരുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ സൊമാലിയിൽ നിന്ന് വന്ന ആളുകൾ നട്ടതാണ്. അതായത് അന്നത്തെ കാലത്ത്, പുരാതന ഈജിപ്തിൻ്റെ കാലത്തുള്ള മരത്തിൻ്റെ വേരുകൾ ഇന്നും കാണാം. ഇത് കണ്ടോ, അവരത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറം വേറെ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അങ്ങനെ ഈ ഫറവോനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഹാറ്റ്ഷെപ്സൂട്ട് എന്ന് പറയുന്ന ഫറവോ, പേര് പറയാൻ നല്ല പണിയുണ്ട്. ഹാറ്റ്ഷെപ്സൂട്ട് എന്ന് പറയുന്ന ഫറവോ ഈജിപ്തിലെ, പുരാതന ഈജിപ്തിലെ ആദ്യത്തെ വനിതാ ഫറവോണ്. അതായത് അതൊരു ലേഡിയാണ്. മനസ്സിലായോ? ഈജിപ്ത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്രയും പുരാതന കാലത്തും ഈജിപ്തിലെ സ്ത്രീകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അവർ അധികാര സ്ഥാനത്തുണ്ടായിരുന്നു. അങ്ങനെ പുരാതന ഈജിപ്തിലെ ആദ്യത്തെ വനിതാ ഫറവോണ് ഹാറ്റ്ഷെപ്സൂട്ട് എന്ന് പറയുന്ന ഫറവോ. ആ ഫറവോണ് ഈ കാണുന്നത്. ഫേസ് കണ്ട. യെസ്, എൻ്റെ പോലെ എന്തൊക്കെ കാണുന്നല്ലേ. ചരിത്രം എന്ന് പറഞ്ഞാൽ ഭീകര സംഭവം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഇത് ആക്ച്വലി മോർച്ചറി ഉണ്ട് ആക്ച്വലി. അതായത് ഹാറ്റ്ഷെപ്സൂട്ട്, ഈ പേര് പറഞ്ഞ് കുറച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഫറവോൻ്റെ മോർച്ചറിയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ പുറകു ഭാഗത്ത് കാണുന്നത് ആക്ച്വലി പണ്ടത്തെ കാലത്തെ ടെമ്പിളാണ്. ഈ സംഭവം ഇത് റീബിൽഡ് ചെയ്തതാണ്. അതായത് 1961 മുതലാണ് ഇതിൻ്റെ പണികൾ ആരംഭിച്ചത്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇതേപോലെ തന്നെ ആയിരുന്നു. അത് ഏതോ കാലത്ത്, അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂകമ്പത്തിൽ ഇത് മുഴുവനും തകർന്നു പോയി. ആ തകർന്നു പോയ ശേഷം 1961 മുതലാണ് ഇതിൻ്റെ പണികൾ ആരംഭിച്ചത്. അതായത് റീബിൽഡ് ചെയ്യാനുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 47 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി ഈ കാണുന്ന രീതിയിലോട്ട് ആക്കിയത്. 47 വർഷം കൊണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇവർ. 2008 ഇതിൻ്റെ പണികൾ അവസാനിച്ചത്. അപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലോട്ട് ആക്കിയെടുത്തതാണ് പുതിയ മനുഷ്യർ. മനസ്സിലായോ? തകർന്നു പോയ സംഭവമാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഇന്ന് കാണുന്ന പല സംഭവങ്ങളും റീസ്റ്റോർ ചെയ്തെടുത്തതാണ് കേട്ടോ, എല്ലാം തന്നെ ഭൂരിഭാഗം കാര്യങ്ങളും. കാരണം 14,000 വർഷം മുമ്പ് ചരിത്രമുള്ള സാധനങ്ങളൊക്കെയാണ്. പല സാധനങ്ങളും തകർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട് ഇവർ. ഇത് നിൽക്കുന്നത് ഒരു മലയുടെ താഴത്ത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരിക്കണം പണ്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീസ്റ്റോർ ചെയ്തപ്പോൾ മാറി ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവിടെ കാണുന്ന കുറേ ഇത് കണ്ടോ, സ്റ്റാച്യൂസ്, ഇതെല്ലാം ഈ ഹാറ്റ്ഷെപ്സൂട്ട് എന്ന് പറയുന്ന അന്നത്തെ ഫറവോൻ്റെ പ്രതിമകളാണ് ഈ ഉണ്ടാക്കി വെച്ചത്. അത് മമ്മിഫിക്കേഷൻ ചെയ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ ലുക്കാണ്. ഡ്രസ്സിങ്ങും അതേപോലെ ആ സംഭവങ്ങൾ, പ്രതിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ആണായിട്ടാണ് തോന്നുള്ളൂ. പക്ഷേ അതൊരു ഫീമെയിലായിട്ടുള്ള ഫറവോണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഈജിപ്ഷ്യൻസ് ഫീമെയിലായിട്ടുള്ള ഫറവോമാരെ അംഗീകരിച്ചിരുന്നില്ല എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു ആണുങ്ങളുടെ രൂപത്തിൽ ഉള്ള ഡ്രസ്സിങ് അടക്കം ഈ ഫറവോ ചെയ്തിരുന്നു എന്നാണ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ കാണുന്ന ഈ പടം കണ്ടോ, ഇത് അനൂബിസ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ദൈവമാണ്. അപ്പോൾ അതിൻ്റെ പടമാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ദൈവങ്ങളുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. ഇത് സിഗ്നേച്ചറാണ്, അതായത് ഫറവോൻ്റെ സിഗ്നേച്ചറാണ് ആക്ച്വലി ഈ കാണുന്നത്. ഇതിനെ കർത്തൂസ് എന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് ഹാറ്റ്ഷെപ്സൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ഫറവോൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു, അത് പിന്നീട് നീക്കം ചെയ്തു.
പിന്നെ ഇത് അമ്മു എന്ന് പറയുന്നൊരു ദൈവം ഉണ്ടോ, ആ ദൈവത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള പിക്ചറാണ് ഇവിടെ വരച്ചേക്കുന്നത്. മുകളിലൊക്കെ സ്റ്റാർ കണ്ടോ, പക്ഷെ എൻ്റെ മോനെ അടിപൊളി. അപ്പോൾ എനിക്ക് പുറകിലായിട്ട് ഈ കാണുന്ന ഭാഗത്ത് ആക്ച്വലി ഈ ഹാറ്റ്സെപ്ഷൂട്ട് എന്ന് പറയുന്ന ഫറവോൻ്റെ ഫീമെയിലായിട്ടുള്ള ഫറവോൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു, പക്ഷെ അത് നീക്കം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹാറ്റ്സെപ്ഷൂട്ട് എന്ന് പറയുന്ന ഈ ഫറവോ ഇവർ കല്യാണം കഴിക്കുന്നത് ബ്രദേഴ്സിനെയൊക്കെ തന്നെയായിരിക്കും. കാരണം അവരുടെ രക്തം തന്നെയായിരിക്കണം, അതായത് ഈ തലമുറ പോകേണ്ടതെന്നുള്ള രീതിയിലുള്ളതുകൊണ്ട് ഇവർ ബ്രദറും സിസ്റ്ററും തമ്മിലൊക്കെ കല്യാണം കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഫറവോമാരുടെ രീതികൾ. അങ്ങനെ ഈ ഹാറ്റ്സെപ്ഷൂട്ട് എന്ന് പറയുന്ന വനിത അന്നത്തെ റാണിയായിട്ടുള്ളത് ബ്രദറിനെ കല്യാണം കഴിക്കുന്നു. പക്ഷേ അയാൾക്ക് വേറൊരു ഭാര്യ കൂടി ഉണ്ട്. അപ്പോൾ ആ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട്, 9 വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം കുറച്ച് നാൾ ഭരണത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ കിങ് മരിച്ചു പോകുന്നു. അതായത് ഈ ബ്രദറിനെ കല്യാണം കഴിച്ചാൽ ഈ ബ്രദർ മരിച്ചു പോകുന്നു. ബ്രദറിന് ഒരു കുട്ടി ഉണ്ടല്ലോ, അത് 9 വയസ്സ് മാത്രം പ്രായമുള്ളൂ. അപ്പോൾ അടുത്ത കിങ് എന്ന് പറയുന്നത് ഈ കുട്ടിയാണ്. ഈ കുട്ടി ചെറുതായതുകൊണ്ട് തന്നെ ഭരണത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യൂനായിട്ടുള്ള ഹാറ്റ്സെപ്ഷൂട്ടാണ് അന്ന് ഭരിക്കുന്നത്. അതായത് 2 ഭാര്യമാരും കൂടി ചേർന്നിട്ട് ഏകദേശം 15 വർഷത്തോളം ഇവിടെ ഭരണം നിർവഹിക്കുന്നു. അപ്പോഴേക്കും ഈ കുട്ടി 9 വയസ്സുള്ള കുട്ടി മിലിറ്ററിയിലൊക്കെ പോയിട്ട്, അതായത് അന്നത്തെ മിലിറ്ററി ജനറലൊക്കെ ആയിരുന്നു. അതിനുശേഷം തിരിച്ചു വരുന്നു. അപ്പോൾ ഈ കുട്ടി തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ഹാറ്റ്സെപ്ഷൂട്ടിൻ്റെ ചിത്രങ്ങളൊക്കെ നീക്കം ചെയ്യുന്നു. എല്ലാം ഇവിടെയൊക്കെ പേരുകളും സിഗ്നേച്ചറുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം റിമൂവ് ചെയ്തു. ഹാറ്റ്സെപ്ഷൂട്ട് കല്യാണം കഴിച്ചത് ബ്രദറിനെ തന്നെയാണ്. ബ്രദറിന് വേറൊരു വൈഫ് ഉണ്ടായിരുന്നു, അതിലൊരു കുട്ടിയുണ്ട് 9 വയസ്സ്. ഈ കുട്ടി പോയിട്ട് തിരിച്ചു വന്നു വലുതായിട്ട്. അപ്പോൾ ആ കിങ്ങാണ് ഇത് മൊത്തം റിമൂവ് ചെയ്ത് കാണുന്നത്. ഇവിടെ എല്ലാം ഇപ്പോൾ അവരുടെ പേരാണ് എഴുതിയേക്കുന്നത്. ഇത് എഴുതിയേക്കുന്ന നെയിമാണ്, ഈ മുകളിൽ എഴുതിയാണ് ഇത് നെയിമാണ്. മുകളിലുള്ളത് കിങ്ങിൻ്റെ പടമാണ് പോലത്തെ ആ റെഡ്, അത് ആ കിങ്ങാണ്. അങ്ങനെ ഇവിടെ വേറെ ഒരു രാജാവും വേണ്ട, റാണിയും വേണ്ട, ഞാനാണ് ഫറവോ എന്ന രീതിയിൽ ആ പിക്ചേഴ്സ് എല്ലാം എടുത്ത് കളഞ്ഞു അന്നത്തെ കാലത്ത്. അതാണ് ഇവിടെ പിക്ചറൊന്നും കാണാത്തത്. അതായത് മറ്റേ ഹാറ്റ്സെപ്ഷൂട്ട് എന്ന് പറയുന്ന റാണിയുടെ ഫറവോൻ്റെ പിക്ചർ കാണാത്തതിൻ്റെ റീസൺ അതാണ്. ഇതേപോലെ ഒരു സ്റ്റെപ്പ് ആ ഭാഗത്തുണ്ട്. അങ്ങനെ 2 സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഭാഗത്തോട്ട് എത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പ്രതിമയൊക്കെ ഇവിടെ കാണാം. ഇത് ഹാറ്റ്സെപ്ഷൂട്ട് എന്ന് പറയുന്ന അന്നത്തെ രാജ്ഞി ഫറവോൻ്റെ പ്രതിമകളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു ഹാള് പോലെ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തോ പരിപാടി ഉണ്ട്, അങ്ങനെ പോയി നോക്കാം. ഇത് ആക്ച്വലി ഇതൊരു ടെമ്പിളാണ്, കണ്ടോ? ഓ എൻ്റെ മോനെ, ഈ വെയിലത്ത് നിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന നല്ല ആശ്വാസമുണ്ട്. ഹായ്. വേറൊരു സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട നമ്മുടെ ട്യൂണീഷ്യക്കാരൻ അഹമ്മദിനെ, പുള്ളി ഇവിടെ അതെ നേരത്തെ പോലത്തെ പരിപാടി. പുള്ളി എൻ്റെ ഉള്ളിലോട്ടൊക്കെ പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. നോ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഈ മച്ചാനെ വീണ്ടും കണ്ടുകൂട്ടി. ഇവൻ സ്റ്റേ ചെയ്യണം നമ്മളവിടെ തന്നെയാണ്. നോ ഇറ്റ്സ് ഓക്കെ. നോ ഇന്ത്യ ക്യൂൻ. No, it's okay. It's closed, right? എന്നാ ഒരു പരിപാടിയില്ല, ഞാനിവിടെ നിന്നോളാം ചേട്ടാ. ഇവരെല്ലാം ഉള്ളിലോട്ട് പോക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, കാരണം അവർക്ക് ടിപ്പ് കിട്ടാൻ വേണ്ടി കാണിക്കുന്നതാണ്, ശരിയാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇതൊരു ടെമ്പിളാണ് കേട്ടോ, ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് ഫറവോന്മാർ വരാറുണ്ട്. അപ്പോൾ അമൂൺ എന്ന് പറയുന്ന ദൈവത്തെയാണ് ഇവർ ആരാധിക്കുന്നത്. അത് ഈജിപ്ഷ്യൻ ദൈവങ്ങൾ ആക്ച്വലി കുറേ ഉണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് അമൂൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായേ, ഈ നിൽക്കുന്ന ആൾ കണ്ടോ, ഈ ആൾ ഇവിടുത്തെ ഇതൊക്കെ നോക്കാൻ നിൽക്കുന്ന ആളാണ്. ഈ ആൾ ഇവിടെ വന്നൊരു ടൂറിസ്റ്റിനോട്, ആ മുമ്പേ പോകുന്നൊരു പെണ്ണ്, ആ പെണ്ണിനോട് പറഞ്ഞാൽ കയറിക്കോ, ഫോട്ടോ എടുക്കാം, ആ കയറിൻ്റെ അപ്പുറത്തോട്ട് പൊക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാശും മേടിച്ച് ഫോട്ടോ എടുപ്പിച്ച് ഇവിടെ വേറെ നോക്കാൻ നിൽക്കുന്ന ആളുണ്ടായിരുന്നു. പിന്നെ മെയിൻ ആൾ, അയാൾ വന്നിട്ട് ആ പെണ്ണിനെ ചീത്ത പറഞ്ഞു. കേട്ടാ, ആ പോകുന്ന പെണ്ണ് കേട്ടാ, അത് ആകെ സീരായി. എല്ലാവരും മുമ്പിൽ വെച്ച് മഴക്ക് കുറഞ്ഞ പോലത്തെ അവസ്ഥയപ്പോൾ ഇവള് എന്നിട്ട് ആ മറ്റേ ആളോട് തർക്കിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഇതാണ് സംഭവം. അപ്പോൾ ഇവർ കാശ് ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കയറിക്കോ, കയറൊക്കെ മാറ്റിത്തരും. പക്ഷെ നമ്മൾ കയറാൻ നിൽക്കരുത്, പണിയാണ്. ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള ഈ കാണുന്ന ഭാഗത്തൊക്കെ എന്തൊക്കെയോ ഗുഹകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ദൂരെ കാണില്ല, അതുണ്ടോ? പിന്നെ അതുപോലെ തന്നെ വാലി ഓഫ് കിങ്സ്, ഈ വഴി ഇങ്ങനെ ഈ മല കടന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വാലി ഓഫ് കിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ തിരിച്ച് അങ്ങോട്ട് പോവാണ്. ഇവിടെ നാട്ടിൽ പാടുന്നുണ്ടല്ലോ. صلي.
സമയം 12 മണിയാട്ടെ, കറക്റ്റ് നട്ടു വെച്ചാൽ നല്ല വെയിലാണ്. 40 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് വാലി ഓഫ് ക്യൂൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലം കാണും. അത് ഇനി ഭക്ഷണം കഴിക്കും, എന്നിട്ട് തിരിച്ച് ഹോട്ടലിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. വേറൊരു സംഭവം ഉള്ളത്, ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ ആളുകളെ നമ്മൾ കൂടെ വിളിക്കുമ്പോൾ ഇവർ ടൈം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് 5 മണിക്കൂർ എന്നാണ് ഈ പുള്ളി പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സമയത്തോളം എടുക്കുമ്പോൾ ഇവരുടെ ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. നമ്മൾ മറ്റേ ഗിസ പിരമിഡ് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അന്ന് നമ്മുടെ ഒപ്പം ഒരാളുണ്ടായി, ഒരു പെൺകൊച്ചുണ്ടായില്ല. അപ്പോൾ ആ പെണ്ണ് ആക്ച്വലി പറഞ്ഞ സമയത്തിനേക്കാൾ ഒരു അരമണിക്കൂർ ലേറ്റ് ആയി. നമ്മൾ വീഡിയോ കൂടി എടുക്കുമ്പോൾ കുറച്ച് ടൈം ഡിലേ ഉണ്ടല്ലോ, ആ ടൈം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതുവരെ ഉണ്ടായിരുന്ന ആളല്ല, അവരുടെ ബിഹേവിയറൊക്കെ ഭയങ്കരമായിട്ട് മോശമായി. ഞാൻ പിന്നെ അത് വീഡിയോയിൽ പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പൊതുവായിട്ട് എനിക്ക് മനസ്സിലായത് കാര്യം, ആ ഒരു സമയം ഇവർ പറയുന്ന സമയത്തിനേക്കാളും കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ രീതിയൊക്കെ അങ്ങ് മാറി ഭയങ്കരമായിട്ട് കലിപ്പാവണ സെറ്റപ്പ്. ഈ പുള്ളി അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പുള്ളി പറയുന്നുണ്ട് ആ സമയം കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതേപോലെ ആളുകളെ കൂടെ കൂട്ടുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അത് കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ പറയാം, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ തന്നെ കാര്യങ്ങൾ വേണം, ഇന്ന സമയം വരെ. അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം. പക്ഷെ അല്ലെങ്കിൽ പിന്നീട് തർക്കവും. ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഇവർ പറഞ്ഞ ആ സമയത്തിനുള്ളിൽ പണി തീർക്കണം, നിർബന്ധമാണ് ആ കാര്യം, അവർക്ക് വെട്ടിപ്പോണം. അല്ലാണ്ട് ഇപ്പോൾ ടൂറിസ്റ്റിനെ ഹാപ്പി ആക്കുക എന്നുള്ളൊരു സംഭവമൊന്നും അവർക്കില്ല. അവർ ജോലി ചെയ്യും പെർഫെക്റ്റായിട്ട്. അപ്പോൾ ആ സമയം കീപ്പ് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു പല തവണയായിട്ട് എനിക്കൊരു അനുഭവം എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ. വേറെ പ്രശ്നമൊന്നുമില്ല, അവർ പറയുന്ന സമയത്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അങ്ങനെ. അപ്പോൾ ഇതാണ് വാലി ഓഫ് ക്യൂൻസ് കാണാനുള്ള ടിക്കറ്റ് റേറ്റ് കേട്ടോ. ഒരാൾക്ക് 120 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. സ്റ്റുഡൻസിന് പകുതി കൊടുത്താണ്. വേറൊരു സംഭവം ഉണ്ട് ഇവിടെ, ടോംബ് ഓഫ് നെഫർട്ടാരി കണ്ടാ, നെഫർട്ടിറ്റി അല്ല നെഫർട്ടാരി എന്ന് പറയുന്ന ഒരു രാജ്ഞിയുണ്ട്. അപ്പോൾ രാജ്ഞിയുടെ ടോംബ് കാണണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. 1600 ഈജിപ്ഷ്യൻ പൗണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വാലി ഓഫ് ക്യൂൻസ്, നേരത്തെ നമ്മൾ കണ്ടത് വാലി ഓഫ് കിങ്സ് ആയിരുന്നു, രാജാക്കന്മാരുടെ. ഇത് ക്യൂൻസിൻ്റെ വാലിയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നെഫർട്ടിറ്റി അല്ല, അത് വേറെ. നെഫർട്ടാരി എന്ന് പറയുന്നത് വേറെ. കുറേ ക്യൂൻസ് ഉണ്ട്, കുറേ രാജ്ഞിമാരുണ്ട്. അപ്പോൾ ഈ നെഫർട്ടാരിയുടെ ടോംബ് കാണണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. 1600 ഈജിപ്ഷ്യൻ പൗണ്ട്, അതായത് $50, ഇന്ത്യൻ മണി 4200 രൂപ വരും. ആ ഒരു ടോംബ് മാത്രം വിസിറ്റ് ചെയ്യാൻ. ഇതെന്താണ് ഇത്ര എക്സ്പെൻസീവ് ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫുള്ള്, ഞാനിപ്പോൾ ഗൈഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മൊത്തം കളർഫുള്ളാണ്, പിന്നെ അധികം പേര് പോകാറില്ല, ഇവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് അത് സന്ദർശിക്കാറുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. അപ്പോൾ അതിന് ഭയങ്കര എക്സ്പെൻസീവാണ്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മനുഷ്യനും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ ഗൈഡുണ്ട്. അതായത് വാലി ഓഫ് കിങ്സ് കാണാനായിട്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്, വാലി ഓഫ് ക്യൂൻസ് കാണാൻ ഒരു മനുഷ്യനെയും കാണാനില്ല. ഇതാണ് അവസ്ഥകൾ. ആരും ഈ കാണുന്നതൊക്കെ ടോംബുകളാണ്, എന്താ താഴത്തൊക്കെ കാണാം, അതുപോലെ ഇതിൻ്റെ മുകളിലൊക്കെ കാണാം. യെസ്, ഇത് കാണാം. ഇത് ടി എന്ന് പറയുന്ന ഒരു രാജ്ഞിയുടെ ടോംബാണ് ഈ കാണാം. ടി കണ്ടാ, കേനേക്കോ യെസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇത് കണ്ടാ, വലിയ മലകൾ ചെത്തിയെടുത്തേക്കാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ ടോംബുകൾ പണിതേക്കാനായിട്ട് ഇവർ. ഇത് ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി. നമ്മൾ നേരത്തെ വാലി ഓഫ് കിങ്സ് കണ്ടല്ലോ, അത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നത്. ഇത് അത്ര ഭയങ്കര സെറ്റപ്പൊന്നുമല്ല, ചെറിയൊരു ടോംബാണ്. കണ്ടോ, എത്ര ഉള്ളൂ, കഴിഞ്ഞു. ഇത് എന്തൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതുണ്ട്, ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. അവിടെ സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്നവർ, അവിടെ എന്തോ കഫേ എന്തോ ഉണ്ട്, അത് അവിടുത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ, പിന്നെ ഉള്ളത് നമ്മളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ അത്ര ഇൻട്രസ്റ്റിംഗ് സംഭവം അല്ലാന്ന് തോന്നുന്നു. മീൻസ് വാലി ഓഫ് കിങ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയ ചെറിയ സംഭവമുള്ളൂ, മറ്റേത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ദിസ് വൺ ദാറ്റ് ഓക്കെ. ഇതൊക്കെ ക്ലോസ്ഡ് ആണോ, ഇതൊക്കെ അടച്ചിട്ടേക്കാണ്. ഇവിടെ ഏകദേശം 75ഓളം ടോംബുകളുണ്ട്, എല്ലാം ഓപ്പൺ അല്ല. അപ്പോൾ ഓപ്പൺ ആയ കുറച്ച് നമുക്ക് 1-2 ജസ്റ്റ് കണ്ടു നോക്കാം. ഇത് ടോംബ് ഓഫ് പ്രിൻസ് അമീൻ കോപ്പ് ഷെഫ്. ഓക്കെ, എൻ്റെ മന ഇവരുടെ പേരൊക്കെയാണ് രസം, ചിലതൊന്നും വായിൽ കിട്ടുന്നില്ല. റമീസ് 3-ാമൻ്റെ മകനാണെന്ന് തോന്നുന്നു. യെസ്, ടോംബ്. ഓക്കെ, ഇത് ഇരുമ്പ് വാതിൽ, ഇത് കണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പാറകഷ്ണം കണ്ട. യെസ്. അയ്യോ, വേറെ കാര്യമുണ്ട്, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ മമ്മി കിടന്നു വെച്ച ടോംബിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഫുള്ള് കളർഫുള്ളാണ്, നല്ല രസമുണ്ട് പടങ്ങളൊക്കെ. ആ ടോംബ് ഇവിടെ കാണാം. ഇതിൻ്റെ ഉള്ളിലാണ് അവർ മമ്മിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് അടക്കുന്നത്.
യെസ്, ഈ തോമ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് മമ്മിയുടെ ഏറ്റവും ഇവിടെ കുനിഞ്ഞ് നിൽക്കണേ, തലയിടിക്കും, നേരെ നിൽക്കാൻ പറ്റുന്നില്ല. യെസ്, ഇതെന്താ ഇതിൻ്റെ ഉള്ളിലാണ് അവരെ മമ്മിഫിക്കേഷൻ ചെയ്തിട്ട് കിടത്തുന്നേ. കണ്ടാ, പക്ഷെ എൻ്റെ അമ്മച്ചി, ഇതെല്ലാം പാറയുണ്ട, വലിയ പാറ കഷ്ണമാണ്, കൊത്തിയെടുത്തേക്കാണ് അവർ. കരിങ്കല്ലാണ്, ഇതെന്നാ കണ്ടറിയാം. യെസ്, അയ്യോ ഈ ടോപ്പിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതാ, ഇത് ആക്ച്വലി ഒരു മലയുടെ അടിയിലാണ്, മല തുറന്നാണ് ഇവന്മാർ ഇത് മൊത്തം ചെയ്തേക്കണേ. കണ്ടാ. യെസ്, അപ്പോൾ ഇനി പുറത്തേക്ക് പോവാം. യെസ്, ഈ ടോമ്പിനകത്ത് വേറൊരു സംഭവം ഉണ്ട്. ഇത് കണ്ടോ, 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മമ്മിഫിക്കേഷൻ ചെയ്ത അതിൻ്റെ അവശിഷ്ടമാണ് ഈ ഇരിക്കുന്നത്. എന്താ, അപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള നെഫർട്ടിറ്റി ഷിപ്പിനെ കുറിച്ച് ഞാൻ നമ്മുടെ ഗൈഡിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇത് ഗവൺമെൻറ് ഷിപ്പുണ്ട്, ഈജിപ്ഷ്യൻ തീമിലുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, 2-3 പേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാലി ഓഫ് ക്യൂൻസ് കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോയി ലഞ്ച് കഴിക്കണം. അത് ഈ തൊപ്പി വെച്ച ചേട്ടനുണ്ടല്ലോ എന്നോട് ചോദിക്കുകയാണ്, ലോകത്തെല്ലായിടത്തും ഇന്ത്യക്കാരെ കാണാം, പ്രത്യേകിച്ച് വലിയ വലിയ കമ്പനികളിലൊക്കെ കാണാം, എന്തുകൊണ്ടാണ് എന്നൊക്കെ എന്നോട് ചോദിക്കുക. അതായത് ഇന്ത്യക്കാർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര സംഭവമാണ് എന്നൊക്കെയാണ് പുള്ളി പറയണത്. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും കാണാം, ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്. അതുമാത്രമല്ല വലിയ വലിയ കമ്പനികളിലും നിങ്ങളാണ് ഉള്ളതെന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. വിദ്യാഭ്യാസം ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ അവർക്ക് വേണ്ട ആവശ്യമുള്ള ഓപ്പർച്യൂണിറ്റീസോ ഫെസിലിറ്റീസോ കുറവാണ്. ഇനി അതൊക്കെ ആയി വരണം. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ബെറ്റർ ഓപ്ഷൻ നോക്കിയിട്ടാണ് മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുന്നത്. പുറത്ത് കൊടുക്കുന്ന അതേ ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ പോവില്ല. ആർക്കും പുറത്ത് പോയി വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ലല്ലോ, സാഹചര്യം കാരണമല്ലേ പോകുന്നത്. അപ്പോൾ ഈജിപ്തിലും അങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മുടെ ചേട്ടന്മാർ പറയുന്നത്. ഇവിടുന്ന് ഈജിപ്തുകാർ ഇന്ത്യയിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ടെന്ന് പറയുന്നു. ഇവിടുത്തെ കൃഷിപ്പാടങ്ങൾ കണ്ടോ, ഇവിടെയൊക്കെ ഉഴുതു മറിച്ചിട്ടിട്ടുണ്ട്. നടുക്ക് കുറേ പനമരം കാണാം. നമ്മൾ നേരത്തെ പോയ സ്ഥലമാണ്, ആ കാണുന്ന മലയുടെ സൈഡിലാണ് നമ്മൾ നേരത്തെ പോയത്. ആ അടിപൊളി വണ്ടി ആമക്കാറ്. ഇവിടെ എപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്, ഇവിടെ റൈറ്റും ലെഫ്റ്റും വ്യത്യാസം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലേക്കാളും. ഇത് കാളവണ്ടിയുടെ ടയറാണെന്നുള്ളത് കണ്ടോ. യെസ്, ഓക്കെ. അപ്പോൾ നമ്മളേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഈ പാരീസ് റെസ്റ്റോറൻറ്റ്. അതന്നെ, ഇത് കണ്ടോ, നല്ല കൃഷിപ്പാടങ്ങളുടെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. കുറേ എന്തൊക്കെയോ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. ഇത് റൈസാണ്, ഇത് ഉരുളക്കിഴങ്ങ് കറിയാണ്. ഇത് ഇവിടെ വന്ന പിന്നെ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ്. ഇത് സാലഡ് പോലെ, മറ്റേ നമ്മുടെ വെള്ളരിക്കല്ലേ അതാണ്. ഇത് എനിക്ക് തോന്നുന്നു വഴുതനങ്ങയാണെന്ന് തോന്നുന്നു. യെസ്, വഴുതനങ്ങ. ഫിഷ് യെസ്, ഫിഷ് വന്നു. യെസ്, ഇത് കണ്ടോ, ഇതല്ല ചില ചൂട് സംഭവത്തിൽ മൺചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് തിളക്കുന്ന പോലെ വരുന്നുണ്ട്. ഇത് ഫിഷ്, നല്ല മൊരിഞ്ഞ കിടിലൻ ഫിഷാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ ഞാനൊരു ജ്യൂസും കൂടി പറഞ്ഞു, പിന്നെ റൊട്ടിയുണ്ട്. അതെ, നേരത്തെ കണ്ടത് ഫിഷ് അല്ല കേട്ടോ, ഇതാണ് ഫിഷ്. നേരത്തെ കണ്ടത് ബീഫാണ്. അത് നമ്മുടെ കൂടെയുള്ള ചേട്ടന് വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ നൈസായിട്ട് എടുത്ത് തിന്നു. നമ്മളെ ഇന്നത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇത് കണ്ട, ഇതൊരു സ്ട്രീറ്റാണ്. അപ്പോൾ ഇപ്പുറം ബിൽഡിങ്, ഇവിടെ നല്ല അടക്കോ ഒതുക്കമായിട്ടാണ് ബിൽഡിങ്സ് വരെ പണിതേക്കുന്നത് കേട്ടോ. ഇത് കഴിയുമ്പോൾ അടുത്തൊരു സ്ട്രീറ്റ് ഉണ്ടാ, കറക്റ്റ് എല്ലാം സ്ട്രെയിറ്റ് ആണ്. ചവറ് പോലെ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് പണിത് വെച്ചിട്ടില്ല, എല്ലാം നല്ല ഒതുക്കത്തിലാണ് പണിതേക്കുന്നത്. ആക്ച്വലി ഇതിനെയാണ് നമ്മൾ ടൗൺ പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ ഈ ടൗണൊക്കെ സെറ്റ് ചെയ്തേക്കണേ. അത് നമ്മൾ ഈജിപ്തിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഫ്ലൈറ്റിന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. താഴത്തെ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്നത് കറക്റ്റ് ഒരു ലെവലിലാണ്. ആർട്ട് ജിം ഫോർ ലേഡീസ് കണ്ടോ, ലേഡീസിന് വേണ്ടിയിട്ട് ജിമ്മൊക്കെ ഉണ്ട്. ഞാൻ നേരെ റൂമിലെത്തി, എന്നിട്ട് മൊത്തം സൺസ്ക്രീനൊക്കെ വാരി തേച്ചൊക്കെയാണ് കയ്യിൽ മാത്രമല്ല മുഖത്തും എല്ലാ സ്ഥലത്തും തേച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോകണതിനകത്താണ് ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ അസ്വാനി ചെയ്തില്ലേ, നൈൽ ക്രൂസ് തന്നെയാണ്. പക്ഷേ ഇത്തവണ നമ്മൾ നൈലിൽ ഇറങ്ങി കുളിക്കാനുള്ള പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം അസ്വാനി പോയപ്പോൾ നമുക്ക് പറ്റിയില്ല, കാരണം അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ ബോട്ടിൽ ഇരുന്ന് മാറിക്കൊള്ളാനാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ബോട്ടിൽ ഇരുന്ന് മാറുമ്പോൾ അടച്ച ആൾക്കാരെയൊക്കെ ഇടുക, അയ്യേ അത് ഭയങ്കര സീനാണ്. ഇത്തവണ നമുക്ക് ഒരു ഐലൻഡിലോട്ടാണ് പോകണം, അപ്പോൾ പറ്റുമായിരിക്കും, നോക്കാം. ഞാൻ ഇപ്പോൾ ആക്ച്വലി ഫുൾ സെറ്റപ്പായിട്ടാണ് വന്നേക്കണേ. എന്താണ്, എനിക്ക് ഈ ടീഷർട്ട് മാത്രം മാറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. നേരെ അങ്ങനെ ചാടുക. ബൈ. അപ്പോൾ നമ്മൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. നമ്മളൊരു സെയിൽ ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷാം എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ മുമ്പിൽ പോണത്. പുള്ളിയാണ് ഈ ബോട്ടിൻ്റെ ആള്. നമ്മൾ പോകാൻ പോകുന്ന ബോട്ടിൻ്റെ ഓണറാണോ ജോലിക്കാരനാണോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ട് പോവാണ് പുള്ളിയുടെ ബോട്ടിലോട്ട്.
നൈൽ നദി. യോ നൈൽ നദി. വേറെ സംഭവം കണ്ടോ എൻ്റെ മോനെ, എന്ത് വലിയ ഷിപ്പാണ് കിടക്കണം. ഇത് ക്രൂയിസ് ഉണ്ട്, അതായത് ഇവിടെ കുറേ പരിപാടികളുണ്ട്. ഇതിനകത്ത് കുറേ ട്രിപ്പ് പോകാൻ പറ്റും കേട്ടോ നമുക്ക്. ലക്സോർ, അസ്വാൻ, അബു സിംബൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് 3-4 ദിവസത്തെ പരിപാടിയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. നൈൽ നദിയിലൂടെ നമ്മൾ ഇതാ ഒരു യാത്ര പോകാൻ പോവാണ്. ഇതെന്താ ഭയങ്കര ഒഴുക്കാണോ കാറ്റാണോ ഒന്നും മനസ്സിലാവണല്ലോ. നല്ല കാറ്റുണ്ട് എന്തായാലും. ഇതുണ്ട് വേറൊരു ഷിപ്പ്, വലിയൊരു ക്രൂയിസ് പോകുന്നതാണ്ട. ഇതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ഉണ്ടോ, നല്ല ചിലവുണ്ട്. ഈ കിടക്കുന്നത് ഇതൊരു ഷിപ്പാണ്. ഇത് എന്താ കെട്ടിടം പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതാണ് നമ്മുടെ ബോട്ട് എന്നല്ല ഒരു പേര് പറയില്ല, ഫാൽക്കണാണ്. ഓ അങ്ങനെ നമ്മൾ ഹലോ ഇഷാം. യെസ്, നൈസ് ടു മീറ്റ് യു. Yeah. Ahmed. Hello. Hey. Hello. Yes. ഓ ഇതിനകത്ത് ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് മുകളിലേ ഇവര് മറ്റേ ഇതുണ്ടാ കാറ്റ് പിടിച്ച് പോകുന്ന. ഓ അത് നിവർത്തി. യെസ്, നമ്മൾ സെയിൽ ചെയ്യാണ് നൈൽ നദിയിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി. പുള്ളി അവിടെ നിന്ന് വലിക്കുന്നുണ്ട്. എന്താ ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ മുകളിലാണ്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഈ സംഭവം നിവർത്തി. യെസ്, ഇനി കാറ്റ് പിടിച്ച് നമ്മൾ പായ്ക്കപ്പലിൽ നൈൽ നദിയിലൂടെ ഒരു അടിപൊളി യാത്ര. ഒരു ദ്വീപുണ്ട്, ആ ദ്വീപിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് അവിടെ പോയി കുളിക്കാം. അവിടെ കിടക്കണ ആ ബോട്ട് കണ്ടോ, മരീനെന്നോ അങ്ങനെ എന്തോ പേരാണ്. ഏതോ കെട്ടിടം വെള്ളത്തിൽ കൂടി ഒഴുകി പോകുന്ന പോലെ ഉണ്ട്. ഇതുണ്ട്. അപ്പോൾ നമ്മൾ പോർട്ടിൽ നിന്ന് എടുത്തു വണ്ടി. ഇത് എൻജിനൊന്നുമില്ല, കാറ്റ് പിടിച്ചാണ് വണ്ടി പോകുന്നത്. നല്ല കാറ്റുണ്ട്. കാറ്റത്ത് പോകുന്ന പായ്ക്കപ്പൽ. നോ എൻജിൻ നോ, ഓൺലി വിൻഡ്. ഓക്കെ. പായ്ക്കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യാം. ഈ നേരെ കാണുന്നത് വിന്റർ പാലസ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട വലിയ ഷിപ്പൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ക്രൂയിസ് പോകാൻ പറ്റുന്നത്. പിന്നെ ഇതൊരു ഹോട്ടലാണ് ഈ വൈറ്റ് കാണുന്നത്. ഓ ദേ ദൂരെ നമ്മൾ പോയ മലയാണോ, ആ ദൂരെ മല കാണാം. നല്ല ഹെവി കാറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ മലകൾ കാണാം, കുറേ ബിൽഡിങ്സ്, എനിക്കാണ് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ഷിപ്പുകളൊക്കെ കാണാം. ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ നമ്മളിപ്പോ കണ്ട ഹോട്ടലിന്റെ അതേ ഷിപ്പാണെന്നുണ്ടോ, അതേ സെയിം പേരാ. അഭിലാഷ് ടോമി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ നേവിയിൽ ഒരു ഓഫീസർ ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ ലോകം മുഴുവനും ഇങ്ങനെ ഒരു പായ്ക്കപ്പൽ, ഇങ്ങനത്തെ അല്ല, അത് വേറെ സാധനം, ഒരു പായ്ക്കപ്പൽ എടുത്തുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു. അതും 2 വട്ടം. ആദ്യത്തെ വട്ടം പൂർത്തിയാക്കാൻ പറ്റില്ല, ആക്സിഡൻറ്റ് ഉണ്ടായി. അതിനുശേഷം രണ്ടാമത് ആ യാത്ര വിജയകരമായിട്ട് പോയിട്ട് വന്നു. ലോകം ഫുള്ള് കറങ്ങിയിട്ട് വന്ന ആ സംഭവമില്ലേ. അപ്പോൾ ഇതേപോലെ എനിക്ക് ഇത് ഇവിടെ നിൽക്കുമ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഇതുപോലത്തെ പായ്ക്കപ്പലും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇത് ആലോചിച്ച് നോക്കി. എനിക്കിവിടെ അതിനകത്ത് എൻജിൻ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ കാറ്റിൻ്റെ ശക്തിയിൽ കാറ്റ് എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകും എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് പുറപ്പെടുന്ന ആൾക്കാരൊക്കെ നന്നായിക്കുന്നത്. നമ്മളെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ബോട്ടിന് ചെരിവുണ്ട് കേട്ടോ. കാറ്റിൻ്റെ ശക്തിയിൽ പോകുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് ചെരിഞ്ഞാണ് ബോട്ട് നിൽക്കുന്നത്. ആക്ച്വലി ഇതിന് ബോട്ട് എന്നല്ല പറയുന്നത്, ഫലൂക്കയോ അങ്ങനെ എന്താണ്, ഫലൂക്ക. അടുത്ത നെയിം ഷഹീൻ ബോട്ട്. നൈൽ ഓഫ് ഫ്രീഡം ആൻഡ് ഷഹീൻ. ഓക്കെ. ഓ ഈ പുള്ളി പറയുന്നത് ബോട്ടിൻ്റെ പേരാന്ന് തോന്നുന്നു. യെസ് ക്യാപ്റ്റൻ, ദിസ് ഈസ് അഹമ്മദ്. ഓക്കെ. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ഇവർ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ. അങ്ങനെ മാറ്റി കെട്ടുക, ഇത് നൈസായിട്ട് ലൂസാക്കി കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലേ അത് പോവുള്ളൂ, ഇതിനകത്ത് എൻജിനില്ല. ഓ ഇത് നൈസായിട്ട് വളച്ച സീനാണ് ഇപ്പോൾ കണ്ടത്. ഇതെങ്ങനെ നിർത്തുമോ, പുള്ളി ഇവിടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടോ. അത് വലിക്കണ അനുസരിച്ചാണ് വണ്ടി പോണത്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പയ്യെ നമ്മൾ ബോട്ട് അടുപ്പിക്കുകയാണ്. പുള്ളി പിന്നെ കുത്തി തുഴയണല്ലേ അങ്ങോട്ട്. ഇത് ചെറിയൊരു ഐലൻഡാണ് ഈ കാണുന്നത്. നമുക്ക് നൈസായിട്ട് അവിടെ ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള സെറ്റപ്പ്
നോക്കാം. ഓ അവൻ ആങ്കർ ഇട്ടു. യെസ്, നമ്മളങ്ങനെ ഐലൻഡിൽ വന്നേക്കരുത് നോക്കി. ആ യെസ്, അത് ചുരുട്ടി അത് നിവർത്തി വെച്ചാൽ പറഞ്ഞു നമ്മൾ വീണ്ടും യാത്ര പോകും. അപ്പോൾ അത് ചുരുട്ടി വെച്ച് പുള്ളി എന്താ നൈസായിട്ട് അവിടെ കെട്ടി. നൈൽ നദിയിലോട്ട് ചാടിയ സീനാണ് ഇപ്പോൾ കണ്ടത്. ഇവിടെ ഒരു പോത്ത് നിൽക്കുന്നുണ്ട്. പോത്ത് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് നമ്മളെ. ഈ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ സീനൊന്നുമില്ല. ഈ മീൻ പിടിക്കുന്ന ആൾക്കാരെ അവരെ കൊളുത്തിട്ട് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം ഒന്ന് കാലിൽ കയറാണ്ട് നോക്കണം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സൈഡിലോട്ട് ഇറങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല. ഈ പുല്ലിക്കുഴി നടക്കുമ്പോൾ കാല് വേദന എടുക്കണം. കാരണം ഉണക്കപ്പുല്ലുണ്ടല്ലോ, അത് കുത്തിക്കൊള്ളണം. ചെരുപ്പില്ലാണ്ട് നടക്കാണല്ലോ. ഇവിടെ ആങ്കർ കണ്ടോ, ഈ ആങ്കറിലാണ് നമ്മുടെ ബോട്ട് കൊളുത്തിട്ടേണം, അല്ലെങ്കിൽ പറന്നു പോകും. അല്ല, കാറ്റിൻ്റെ ശക്തിയിൽ ഒഴുകിപ്പോവും. പറന്നല്ല പോണം. ഈ ഭാഗത്തെ മൊത്തം പുല്ലാണ്. ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പിലല്ല. ഇത് കണ്ടോ, അതുമല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആഴമുണ്ട്. ഓക്കെ, ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ആക്ച്വലി ഈ നൈൽ നദിയുടെ ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നൊരു 10 മീറ്ററോ 20 മീറ്ററോ ഒക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ നടുഭാഗത്ത് എന്തായാലും പറ്റില്ല ഇറങ്ങാനായിട്ട്. എനിക്ക് നീന്തൽ അറിയില്ല, അതൊരു വേറൊരു സംഭവമാണ്. നീന്തൽ അത്യാവശ്യമായിട്ട് പഠിക്കണം. കാരണം ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമുക്ക് വൻ നഷ്ടമാണ്. വേറെ സംഭവം എന്ന് വെച്ചാൽ ഇത് കുളിക്കാൻ പറ്റുന്നൊരു ഏരിയയിലല്ല ഇത് കൊണ്ടുവന്നേക്കണം. ഞാൻ സ്വിം ചെയ്യാൻ പറ്റുന്ന സ്ഥലം നോക്കി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെയാണ് കൊണ്ടുവന്നേക്കണം. ഇത് മൊത്തം പുല്ലും സംഭവങ്ങളൊക്കെയാണ് കണ്ട. ഒരു സുഖമില്ല ആക്ച്വലി. നമ്മൾ ഇന്നലെ അസ്വാനി പോയപ്പോൾ കുളിക്കാൻ നോക്കിയ സ്ഥലം നൈസായിരുന്നു. പക്ഷേ അവിടെ ആണെങ്കിൽ തുണി മാറാൻ സൗകര്യമില്ല. വല്ലാത്ത അവസ്ഥ തന്നെ. അത്യാവശ്യം കുളിക്കാൻ പറ്റുന്നൊരു ഭാഗം കണ്ടുപിടിച്ചു. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ മറ്റേ പുല്ലും സംഭവമൊന്നുമില്ല. അതിൽ കൂടെ നടക്കുമ്പോൾ കാലി കുത്തിക്കയറും. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല ക്ലിയർ വാട്ടർ, നൈൽ നദി. നൈസ് നൈസ് നൈസ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നൈൽ നദിയിൽ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. ഇവിടെ മൊത്തം കലങ്ങിയാൽ ഇന്ന് ആക്ച്വലി നല്ല ചൂടുണ്ട്. പക്ഷേ ഈ വെള്ളം നല്ല തണുപ്പാണ്. അങ്ങനെ നമ്മുടെ പള്ളി നീരാട്ടൊക്കെ കഴിഞ്ഞു. നമുക്ക് ചായ അതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരും തെറ്റിയിരിക്കരുത്. ദിസ് ഇസ് ഓൺലി ബ്ലാക്ക് ടീ, നോട്ട് ഈജിപ്ഷ്യൻ വിസ്കി. ഈജിപ്ഷ്യൻ വിസ്കി, ഇത് കട്ടൻ ചായ. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ ഏകദേശം അവസാനിച്ച് നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചു വരാണ്. ഇവർ ഇതൊക്കെ മടക്കി വെച്ചു നൈസായിട്ട്. പായ്ക്കപ്പലിലെ പായ മടക്കി വെച്ചു. നമ്മൾ ഇങ്ങോട്ട് അടുപ്പിക്കണം. അങ്ങോട്ടാണ് അടുപ്പിക്കാൻ പോകുന്നത്. ഇവിടെയാണോ? എവിടെയാണ്? എവിടെയെങ്കിലുമൊക്കെ അടുപ്പിക്കും. അപ്പോൾ ഇത് നേരെ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇതൊരു വിൻ്റർ പാലസാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റൈലിൽ പണിതേക്കുന്ന ഒരു പാലസാണ്. കണ്ടോ, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. 1905 മുതൽ ഈ ഒരു പാലസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഫ്ലാഗ് കാണാം. അതൊന്ന് ലക്സോർ സിറ്റിയുടെ ഫ്ലാഗാണ്. നടുക്കുള്ളത് ഈജിപ്ഷ്യൻ ഫ്ലാഗാണ്. തൊട്ടിപ്പുറത്ത് കാണുന്നത് ഫ്രാൻസിൻ്റെ പതാകയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ, പിന്നെ അതുകൊണ്ടാണ് വെച്ചേക്കണത്. അല്ലെങ്കിൽ ഇത് ഫ്രാൻസ് കമ്പനിയുടെ കീഴിൽ വരുന്ന വല്ല ബിൽഡിംഗ് ആണോ, അങ്ങനെയുള്ള വല്ല ആയിരിക്കും തോന്നുന്നു. എൻ്റെ പോലെ കൂട്ടിടിച്ച് പായക്കപ്പലാണല്ലേ, ഇന്ന് കൺട്രോളൊന്നുമില്ല, നേരെ പേടിക്കുകയാണ്. ആക്ച്വലി കൂട്ടിയിടിച്ചല്ല, അവർ ഒതുക്കിയതാണ് ഇവിടെ. ഓ അത് പണിയായില്ല. പായക്കപ്പൽ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ തലവേന കേട്ടാ. വിചാരിച്ച സ്ഥലത്ത് നിൽക്കണമെന്നൊന്നുമില്ല. ഏകദേശം 10 മിനിറ്റ് എടുത്തിട്ടാ. നേരത്തെ ഒന്ന് ഇടിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കറങ്ങി ഒരു 10 മിനിറ്റ് ശേഷമാണ് നമ്മൾ വീണ്ടും ഇവിടെ വരുന്നത്. ഇത് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ഇങ്ങനെ ഇത്തവണ സെറ്റായി. പെർഫെക്റ്റ്. യെസ്, ഓക്കെ. വേണ്ട, ഇത് വിചാരിച്ച സ്ഥലത്തൊന്നും നിൽക്കില്ല, അതാ പ്രശ്നം. ബൈ, സീ യു. യെസ്. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ നിന്ന് അടുത്ത ബോട്ടിലോട്ട് കയറി കരയിലോട്ട് പോകുന്നു. ഹായ്, താങ്ക് യു. യെസ്. ഇവരെ പിടിച്ച് നിർത്തി ടിപ്പ് മേടിക്കോട്ടാ. പോവല്ലേ, ഞങ്ങൾക്ക് ടിപ്പ് തന്നിട്ട് പോകുന്നതൊക്കെ ഓൾറെഡി പൈസ കൊടുത്താണ്. എന്നിട്ട് വീണ്ടും അല്ലെങ്കിൽ തന്നെ ഇതിന് ഞാൻ എത്ര കൊടുത്തതാണ്? $17, $20 പറഞ്ഞിട്ട് $17
റേറ്റ് കൊടുത്തതാണ്. അത് തന്നെ കൂടുതലാണ്. എന്നിട്ട് വീണ്ടും ടിപ്പ് എന്ന് പറയുമ്പോൾ സീനാണ്. എന്നാലും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലറയൊന്നും ഇല്ലായിരുന്നു, അതാ പ്രശ്നം. ഞാനിപ്പോൾ ഒരു 50 പൗണ്ട് കൊടുത്തു. അപ്പോൾ പറയണത് വേറെ ആക്കും വേണമെന്ന്. ആ 2 പേരുണ്ടല്ലോ, ഇത് മൊത്തം ചിലവാണ്. ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ 2 പേരെ കൂടി എടുത്തോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു. ഈ മുന്നേ പോകുന്ന ആള് നമുക്കൊരു കുതിരവണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. 60 പറഞ്ഞത്. ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ ടിപ്പ് പോയിക്കാവോ? യെസ്, ദിസ് ഈസ് മൈ ഹോഴ്സ്. ഹലോ. ഓക്കെ, അപ്പോൾ ലുക്സൂർ നഗരത്തിലൂടെ ഒരു കുതിരവണ്ടി സഫാരി. ഇതിപ്പോൾ ഇവർ 2 പേരും മുമ്പ് ഇരുന്ന, ഇതിപ്പോൾ ഞാനും തൊട്ടാ കാണുന്നത്. അത് ശരി. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ വിന്റർ പാലസ്, അത് ലക്ഷറി 5 സ്റ്റാർ ഹോട്ടലാണ്. 86 റൂംസൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കാശ് ഉണ്ടെങ്കിൽ അവിടെ റൂം എടുക്കാം. അങ്ങനെ നമ്മുടെ കുതിരവണ്ടി നമ്മളെ ഹോട്ടലിലാക്കിയിട്ട് തിരിച്ചു പോയി. ഞാൻ ടിപ്പ് കൊടുത്തു. പക്ഷെ ഇവർ ടിപ്പൊന്നും ഇവർക്ക് പോരാ. ചെറിയ എമൗണ്ടൊന്നും പറ്റില്ല. ഇവർ 100 തരാൻ പറയും. 100 താന്നൊക്കെ. എന്ത് സീനാണ് എൻ്റെ പൊന്നാളി. 100 എന്ന് പറഞ്ഞാൽ 250 260 രൂപയാണ്. എന്ത് ചെയ്യാനാ. ഞാൻ നമ്മുടെ ഹോട്ടലിലോട്ട് തിരിച്ചു വന്നു. ഒന്ന് ഫ്രഷൊക്കെ ആയി സെറ്റായി. നോക്കൊക്കെ കരിഞ്ഞ് ഒരുമാതിരി ആയത്. ഇതുണ്ടാ മുഖത്തിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഇതുണ്ട മൊത്തം സീനാണ്. ഒന്ന് വെയിൽ കൊണ്ട് ഇതായിട്ടുണ്ട്. എന്തോ പോലെ ഇരിക്കണം മുഖമൊക്കെ. അത് പറഞ്ഞിട്ടുള്ളതാണ്, നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. സൺസ്ക്രീൻ വരെ തേച്ചിട്ടും നമ്മുടെ സ്കിന്ന് മൊത്തത്തിൽ പ്രശ്നമായി പോവാണ്. എന്താണെന്നറിയില്ല, കയ്യിലൊക്കെ ഉണ്ട്. ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ താമസിക്കുന്ന സ്റ്റേ അതിൻ്റെ മുകളിലാണ് ഇപ്പം ഞാനിപ്പം നിൽക്കുന്നത്. കണ്ട ഇവിടെ നോക്കി, ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. ഫുള്ള് ഡിഷ് ആൻറ്റിനെയാണ്. ഇത് ആക്ച്വലി നല്ല രസമുണ്ട് ഈ സ്ട്രീറ്റ് കാണാനായിട്ട്. അതായത് മുകളിൽ നിന്ന് നോക്കണം. നമ്മൾ ആകാശത്ത് നോക്കുമ്പോഴാണ് ഈ സ്ട്രീറ്റിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ മൊത്തം ഇങ്ങനെ ഇരിക്കും. മുളിച്ചെടിയൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ലോണ്ട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അലക്കാൻ കൊടുത്തായിരുന്നു. കുറച്ച് കിടക്കുന്ന മൊത്തം എൻ്റെ ഡ്രസ്സും ഷഡ്ഡിയൊക്കെയാണ്. കണ്ട അപ്പോൾ ഒരു പീസിന് അവർ 5 പൗണ്ട് വെച്ച് മേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 7:40 നമ്മൾ ലുക്സൂറിൽ നിന്ന് നേരെ കെയറോട്ട് തിരിച്ചു പോകും. എന്നിട്ട് അന്ന് രാത്രി തന്നെ 9:45 ഒരു ബസ്സുണ്ട് താബ എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. അതെങ്ങോട്ടാന്ന് അറിയാമോ? അത് ഇസ്രായേൽ ബോർഡറാണ്. നമ്മൾ ഇസ്രായേൽ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അതിൻ്റെ എപ്പിസോഡ് അടുത്ത, അതായത് ബോർഡർ ക്രോസ് ചെയ്യണ വരെയുള്ളത് നോക്കാം. സാഹചര്യം പോലെ ലെങ്ത് അനുസരിച്ച് നമുക്ക് എപ്പിസോഡ് ബോർഡർ ക്രോസ് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ബൈ, ശരി.